ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പ് കേസിൽ കെ.ഡി. പ്രതാപന്റെ മുഴുവൻ നിക്ഷേപങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇ.ഡി. പ്രതാപൻ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും ഇ.ഡി. റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. അറസ്റ്റിലായ പ്രതാപനെ ഈ മാസം 19 വരെ റിമാൻഡ് ചെയ്തു. പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യും. ഹൈറിച്ച് ഉടമകൾ, പ്രൊമോട്ടർമാർ, ലീഡേഴ്സ് എന്നിവരുടെ 260 കോടി രൂപ മൂല്യമുള്ള സ്വത്തുവകകളായിരുന്നു ഇ.ഡി. മരവിപ്പിച്ചിരുന്നത്. നിക്ഷേപ തട്ടിപ്പിലൂടെ ലഭിച്ച പണം ഇതിലധികം വരുമെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ അറസ്റ്റിലായ ഹൈറിച്ച് മാനേജിംഗ് ഡയറക്ടർ കെ.ഡി. പ്രതാപന്റെയും ഭാര്യയുടെയും മുഴുവൻ സ്വത്തുവിവരങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഇ.ഡി. റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അന്വേഷണവുമായി പ്രതാപൻ സഹകരിക്കുന്നില്ല. നിരവധി തവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ശേഷം ഇന്നലെ രാത്രിയാണ് ഹൈറിച്ച് മാനേജിംഗ് ഡയറക്ടർ കെ.ഡി. പ്രതാപന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കലൂർ PMLA കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഈ മാസം 19 വരെ റിമാൻഡ് ചെയ്തു. അടുത്തയാഴ്ച ഇ.ഡി. കസ്റ്റഡി അപേക്ഷ നൽകും. പ്രതാപനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. ഓൺലൈൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ മറവിൽ 1157 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് കണ്ടെത്തിയത്. 3500 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് ആകെ നടന്നിട്ടുണ്ട്. തുടർച്ചയായ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമായിരുന്നു പ്രതാപനെ അറസ്റ്റ് ചെയ്തത്. ഭാര്യ ശ്രീനിയെയും നിരവധി തവണ ചോദ്യം ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ നിക്ഷേപ തട്ടിപ്പുകളിൽ ഒന്നാണ് ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പ്. ക്രിപ്റ്റോ കറൻസി ഇടപാടുകളിലൂടെയും പണം തട്ടിയിട്ടുണ്ട്. ജനം, കൊച്ചി.